പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ മുഖക്കുരു വന്ന പാടുകൾ മാറാനും സ്കിൻ എന്നൊരു തിളക്കത്തോടു കൂടി ഇരിക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണ് ഇത്. ഞാൻ ഫസ്റ്റ് ചാനൽ തുടങ്ങിയ സമയത്ത് എപ്പോഴും ഇട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോഴും വല്ലപ്പോഴൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത്. ഇട്ട് കഴിഞ്ഞത് അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കമായിരിക്കും. നല്ല സ്കിന്നിലെ മാറ്റം നിങ്ങൾ എല്ലാവരും അതിശയിപ്പിക്കുന്നതായിരിക്കും. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവരുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനമാണ് ഇത്. അതെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരു 2 വർഷം മുമ്പ്, ഒരു 2-2.5 വർഷത്തിൻ്റെയൊക്കെ ആ ഒരു ഇടയിൽ സ്റ്റാർട്ടിങ് ടൈമിൽ എൻ്റെ മുഖത്ത് നിറച്ച് പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ മുഖം കറുത്ത് കരുവാളിച്ച് മുഖത്ത് ആകെ എന്താ പറയുക, നമുക്ക് മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു സങ്കടം തോന്നും. ഒരു ശോകമായിരുന്നു, പുറത്തൊന്നും പോകാൻ തോന്നില്ല. അങ്ങനെ ഒരു മുഖമായിരുന്നു എനിക്ക്. കാരണം വേറൊന്നുമല്ല, സ്കിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് വന്നൊരു സംഭവമാണത്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മുഖം നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നുന്ന ഒരു അവസ്ഥയ്ക്കായി. അങ്ങനെയാണ് ഞാൻ സ്കിൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണല്ലോ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ്. സ്കിന്ന് ഭയങ്കരമായിട്ടൊരു ആ ഒരു തിളക്കം അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റിയതും ആ സ്കിന്നൊന്ന് നല്ല അടിപൊളിയായിട്ട് ഗ്ലോയോടുകൂടി ഇരിക്കാൻ തുടങ്ങിയതും നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഈ സാധനം മിക്സ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. കുളിക്കുന്ന സമയത്ത് രാവിലെ അന്നൊക്കെ തേക്കുക, കുളിക്കുന്ന സമയത്ത് തേക്കും, പിറ്റേ ദിവസം കുളിക്കുമ്പോഴും തേക്കും. ആ സ്കിന്നിൽ നിന്ന് ആ ഒരു തിളക്കം മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ഇത് ഉപയോഗിക്കുകയായിരുന്നു. അപ്പോൾ അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. കുറേ കാലം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് നോക്കിയിട്ടൊന്നല്ല, അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെച്ചാൽ എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യം ഉഴുന്ന് പരിപ്പാണ്. ഞാൻ അധികവും അരച്ചതാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ അരച്ചതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അരച്ചത് തന്നെ എടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ അരച്ചതില്ലാത്ത കാരണം ഞാനിപ്പോൾ ഇത് പൊടിക്കാൻ പോവുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്ത് പൊടിക്കുക. ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 ടേബിൾ സ്പൂണ് ഉഴുന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഉഴുന്ന് നല്ലപോലെ പൊടിച്ചു കൊണ്ടുവന്നു. അത് നമുക്കൊരു ഇത്രയും ആവശ്യമില്ലേ, നമുക്ക് ഒരു ഡപ്പയ്ക്ക് നമുക്കിത് കൊട്ടി വയ്ക്കാം. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പൊടിച്ചത് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇടുക. ഇനി നമുക്ക് ആവശ്യം ഞവര അരി പൊടിച്ചതാണ്. ഞവര അരി പൊടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് റൈസ് എടുക്കാം. ഞവര അരി റെഡ് റൈസ് പൗഡർ നമുക്ക് മിക്സർ ഇതിലേക്ക് ഇതും 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം ടമാറ്ററാണ്. ടമാറ്ററിൻ്റെ പകുതി ഒരു കഷ്ണം നമുക്ക് ഇതിലേക്കിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം ഹണിയാണ്. ഹണി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഹണി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 സ്പൂണോളം ഹണി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കണം. ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട തൈരോ അല്ലെങ്കിൽ പാലോ മോരോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ അത് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 സ്പൂണോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യാനുസരണം. ഞാനിപ്പോൾ ഇവിടെ മോരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്നും കൂടി അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ, എന്താണെന്ന് മനസ്സിലായല്ലോ. ഓൾറെഡി ഉഴുന്നിൻ്റെ പാക്കുകൾ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയാം, എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഉഴുന്ന് ഞാൻ അത്രയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ അന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നല്ല പച്ചരി പൊടിയായിരുന്നു. നമ്മൾ പുട്ടിന് ഉപയോഗിക്കുന്നതല്ല, നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുമല്ലോ, ഇടിയപ്പത്തിനൊക്കെ ആ പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അന്നും എനിക്ക് മുഖത്തിന് നല്ല ഒരു റിസൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ പച്ചരിപ്പൊടി ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടിയില്ല, നല്ല റിസൾട്ട് തന്നെയായിരുന്നു. പിന്നീടാണ് ഞാൻ ഈ റെഡ് റൈസിനെ കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെയാണ് കുറച്ച് നമുക്കൊരു എത്ര വേണം, ഒരു 1/4 കിലോനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കുറേ ആയി പൊടിച്ച് വെച്ച് കഴിഞ്ഞു പറഞ്ഞ്. അപ്പോൾ അത് വെച്ച് പലതരത്തിലുള്ള പാക്കുകൾ ഉപയോഗിച്ചു. അന്ന് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ പല തരത്തിലും പല സൈസിലും നമ്മൾ പല പാക്കുകളും ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആ ഇതൊക്കെ സ്കിന്നിലേക്ക് നമുക്ക് റിസൾട്ട് തരേണ്ടത്, ഏതിലാണ് കൂടുതൽ റിസൾട്ട് തരേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ ഒരാഴ്ചയൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയിരുന്നു. പിന്നെ എൻ്റെ സ്കിന്നിലെ മാറ്റം
ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസമോ 2 ദിവസം 3 ദിവസം കൊണ്ട് കിട്ടിയതേ അല്ല. ഇത് നമുക്ക് നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറാൻ, നമ്മുടെ കരിമംഗല്യം മാറുക പറഞ്ഞാൽ പെട്ടെന്ന് മാറേണ്ട ഒരു സംഭവമേ അല്ല. കരിമംഗല്യം മാറാൻ എനിക്ക് കുറേ സമയമെടുത്തു. പക്ഷേ ഒരു കാര്യമുണ്ട്, സമയമെടുത്താലും അത് തിരിച്ചു വരാത്ത വിധത്തിൽ നമ്മൾ ഡെയിലി ഓരോന്ന് ചെയ്യണം. അത് മാത്രമല്ല, നമ്മൾ പുറത്തുനിന്നുള്ള പിഗ്മെൻറ്റേഷന് മാറാനുള്ള ഒരു ക്രീം ഉപയോഗിച്ചിട്ടില്ല. ഹോം മെയ്ഡ് റെമഡി ആയതുകൊണ്ട് തന്നെ ടൈം എടുത്തണം അത് മാറണം. പക്ഷേ ഒരു കാര്യമുണ്ട്, പിന്നെ നമുക്കത് തിരിച്ചു വരില്ല. നമ്മുടെ സ്കിന്നിൻ്റെ ലെയറായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു പിഗ്മെൻറ്റേഷൻ്റെ ഇത് വരുന്നത്. അത് നമ്മൾ വേരോടുകൂടി മാറ്റുകയാണ്. അതുപോലെ തന്നെ നിങ്ങളിതൊക്കെ ചെയ്യണം. അതിൻ്റെ കൂടെ ധാരാളം വെള്ളം കുടിക്കണം, സൺസ്ക്രീൻ ഉപയോഗിക്കണം, മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. നിങ്ങൾക്ക് പറ്റണവരാണ്, നിങ്ങളുടെ മുഖത്ത് ഭയങ്കര പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനം പറയുകയാണ്, ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നമ്മുടെ വിറ്റാമിൻ സി സിറം വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം. ഒരു 2-3 ബോട്ടിൽ 4 ബോട്ടിലൊക്കെ ഞാൻ വാങ്ങി വിറ്റാമിൻ സി സിറം വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ശേഷം വീട്ടിൽ തന്നെ ഞാൻ വിറ്റാമിൻ സി സിറം ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെയും നമുക്ക് അതിൻ്റെ സ്കിന്നിലെ നമ്മുടെ പഴയ കളറില്ലേ അത് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറേ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറാവും. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ ഡെയിലി ഉപയോഗിക്കണം. നിങ്ങളിതിപ്പോൾ അരച്ചിട്ട് ഇതിപ്പോൾ പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാനൊന്നും പ്രശ്നമില്ല. ഇനി നിങ്ങൾക്ക് തക്കാളി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. തൈര്, നല്ല കട്ട തൈര് എടുത്താൽ മതി. ഞാനിപ്പോൾ തൈര് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ മോരൊഴിച്ചത്. അപ്പോൾ നല്ല തക്കാളി അപ്പോൾ മോരില്ല, തൈരില്ല അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെന്ന് വെച്ചാൽ നല്ല തക്കാളി എടുത്തിട്ട് ഇതുപോലെ അരച്ച് മിക്സ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതെങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു വെച്ചുകൊണ്ട് പറഞ്ഞാൽ നല്ല ബാത്റൂമിൽ പോയിട്ട് നല്ലപോലെ മസാജ് ചെയ്യുമായിരുന്നു. നല്ലപോലെ മസാജ്, അപ്പോൾ ചോട്ടിലൊക്കെ വീണാലും നമുക്ക് പ്രശ്നമില്ലല്ലോ. നമുക്കിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യണതിലൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നല്ലപോലെ ഞാൻ മസാജ് ചെയ്യും കേട്ടോ. അന്നൊന്നും സോഫ്റ്റായിട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു ഇതേ ഉണ്ടായിരുന്നില്ല എനിക്ക്. നല്ല അടിപൊളിയിൽ മസാജ് ചെയ്യും. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നല്ല കട്ടിക്ക് അങ്ങോട്ട് വാരി പൊത്തും, കഴുത്തിലും മുഖത്തും ഒക്കെ അങ്ങോട്ട് വാരി പൊത്തും. അടിപൊളി റിസൾട്ട് തന്നൊരു സാധനമാണ്. ഇത്രയും ഞാൻ പറയാൻ കാരണം, നിങ്ങളുടെ മുഖത്ത് സ്കിന്നിൽ പ്രോബ്ലം ഉള്ള ആൾക്കാർ ഇത് തീർച്ചയായും ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ നല്ല സോഫ്റ്റായിട്ട് മസാജാണ് കൊടുക്കുന്നത്. ഉഴുന്ന് മാവുണ്ടല്ലോ, പൊടിച്ച് വെച്ചിട്ടുള്ളതിനേക്കാളും കൂടുതൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അരച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇഡ്ഡലിക്ക് ഇങ്ങനെ അരച്ചിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരില്ലേ, ആ മാവ് എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുമായിരുന്നു. അത് നമുക്ക് ഇതുപോലെ അരിപ്പൊടി പൊടിച്ചതും, പിന്നെ നമ്മൾ തൈരാണെന്ന് തൈര്, തക്കാളി ആണെന്ന് തക്കാളി, ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇതുമില്ല, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കുക. അതിന് ശേഷം നല്ല കട്ടിക്കിട്ട് കൊടുക്കുക. 20 മിനിറ്റ് പാക്കുകൾ ഇട്ടാൽ മതി എന്നാണ് പറയുക. ഞാൻ അരമണിക്കൂർ വരെയൊക്കെ ഞാൻ ആ പാക്കുകളൊക്കെ ഇട്ടിട്ടാണ് ഇരുന്നുണ്ടായിരുന്നത്. നിങ്ങൾ 20 മിനിറ്റെങ്കിലും ഇട്ടിട്ട് കഴുകി കളയുക. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം മുഖത്ത് കാണും. പിന്നെ ഒരുപാട് പ്രശ്നമുള്ള മുഖമാണ്, എൻ്റെ ആദ്യത്തെ മുഖം പോലെയൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാതെ നിറച്ച് കരിമങ്കല്യവും മൂക്കുരു വന്ന പാടുകളും കണ്ണിനിടയിൽ ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒരു മടിയും വിചാരിക്കാതെ ഡെയിലി ഉപയോഗിച്ചോളൂ. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. നല്ല കട്ട തൈര് പുളിച്ചത് ഉണ്ടെന്ന് വെച്ചാൽ അത് ഏറ്റവും റിസൾട്ട് ആണ് കേട്ടോ. ഞാൻ അതാണ് കൂടുതൽ ഉപയോഗിച്ചത്. സത്യം പറഞ്ഞാൽ തൈര് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ മോര് ഒഴിച്ചതും. മോര് നല്ല തന്നെയാണ്, മോര് ഒഴിച്ചതും തക്കാളി ഇട്ടതും. കട്ട തൈര് കിട്ടുകയാണെന്ന് വെച്ചാൽ തീർച്ചയായും നിങ്ങൾ കട്ട തൈര് തന്നെ എടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ല കട്ടിക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ റിസൾട്ട് കണ്ടിട്ടൊന്ന് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ കമൻറ്റ് വഴി. ഇപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു അരമണിക്കൂറോളം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് 20 മിനിറ്റ് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ ഉണങ്ങി. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വെള്ളം എടുക്കുക, അതിന് ശേഷം ഒന്ന് നനച്ച് കൊടുക്കുക. ഇളക്കി എടുക്കുകയാണ്, കാരണം നല്ലോണം ഉണങ്ങിയില്ല. ആ വെള്ളം ഇട്ട് നനച്ചിട്ട് നമ്മൾ ഉണക്കി എടുക്കാവൂ.
നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കണ്ടോ സ്കിന്ന് എന്തൊരു മാറ്റം നോക്കി നോക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്കിന്നിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം മാറ്റം നമുക്ക് തരുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് യൂസിൽ കിട്ടിയ ആ ഒരു ഇത് നിങ്ങൾ കാണണ്ടല്ലോ. ഇപ്പം ഞാനിപ്പോൾ അത് രാത്രി ചെയ്യണത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വെള്ളം തൊട്ട് ഒന്ന് തുടച്ചെടുക്കുക. വാവോ, കുറച്ചായിട്ട് ഞാൻ ഇത് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കിട്ടുമ്പോൾ ആ ഉള്ള ഒരു റിസൾട്ട് നമുക്ക് ഭയങ്കര ഒരു അതിശയിപ്പിക്കുന്ന റിസൾട്ട് പോലെ തന്നെ തോന്നും. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് വട്ടം ഉപയോഗിച്ചിട്ട് പിന്നെ എന്തിനാ ഈ വാവ് പറയണമെന്ന് ചിന്തിക്കരുത്. നോക്കി നോക്ക്, അയ്യോ അടിപൊളിയായിട്ട് കേട്ടോ. ഈശ്വര നോക്കി. നമുക്കിൻ്റെ ഉള്ളിലൊക്കെ പോയി റിസൾട്ട് നോക്കി നിങ്ങൾ. അയ്യോ, ഇനി നമ്മളൊന്നും കൂടി മുഖം കഴുകണം. മുഖത്ത് ആ ഒരു ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. എന്നാലും എന്തൊരു വ്യത്യാസം നോക്ക്. നല്ല അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. തീർച്ചയായും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങളുടെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറും, അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകൾ മാറും, കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറും, മുഖം നല്ലപോലെ വെളുക്കും എന്നുള്ളത് 100% ഞാൻ ഉറപ്പ് തരികയാണ്. പക്ഷേ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.